ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് വിഴിഞ്ഞം ഇന്റർനാഷണൽ ട്രിവാൻഡ്രത്താണ്. തലയുയർത്തി നിൽക്കുന്ന 8 STS ക്രെയിനുകളെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, അതിൽ 5 STS ക്രെയിനിൻ്റെ ബൂം ഉയർത്തി വെച്ചിരിക്കുന്നതും കാണാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പോർട്ടിലെ ഏറ്റവും വലിയ വർക്കായ ഈ കാണുന്ന പോലെ ബ്രേക്ക് വാട്ടർ, ബെർത്ത്, യാർഡ് എക്സ്റ്റൻഷൻ, ഈ 3 വർക്കിൻ്റെയും സ്റ്റാറ്റസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യമായിട്ട് ബ്രേക്ക് വാട്ടറിൻ്റെ വർക്ക് നോക്കാം. ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡ് പോർഷൻ ഇതാണ്. നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇതാണ് ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡ് പോർഷൻ. നമ്മൾ ഈ പോർട്ടിനോട് ചേർന്ന വശത്ത് ഹെവി റോപ്പും കടലിൻ്റെ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന സ്ഥലത്ത് ആക്രോപോഡും ഫില്ല് ചെയ്തിരിക്കുന്ന ബ്രേക്ക് വാട്ടറാണ്. 2960 മീറ്ററാണ് ഫസ്റ്റ് ഫേസിൽ ബ്രേക്ക് വാട്ടർ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. സ്ഥിരമായി നമ്മളെല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ പറഞ്ഞതാണ്. അതുമാത്രമല്ല, നമ്മുടെ ഈ ബ്രേക്ക് വാട്ടറിൻ്റെ ഇനി വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് ബ്രേക്ക് വാട്ടറിൻ്റെ ഉള്ളിലൂടെയുള്ള 10 മീറ്റർ വീതിയുള്ള റോഡാണ്. ആ റോഡിൻ്റെ വർക്കുകളാണ് നമ്മൾ ഈ കാണുന്ന സ്ഥലത്തെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കും. അതാ ഈ കാണുന്ന സ്ഥലത്തെല്ലാം 10 മീറ്റർ വീതിയുള്ള റോഡ് നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ ഉള്ളിലുണ്ട്. ആ വർക്കുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിനി കൂടുതൽ ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ, നമ്മൾ ഈ പോർട്ടിൻ്റെ ഒരു വശത്തായിട്ട് ധാരാളം സ്ലാബുകൾ നമ്മൾ കണ്ടിരുന്നു. ആ സ്ലാബിനെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയുന്നതാണ് നമ്മുടെ ബ്രേക്ക് വാട്ടറിന് ആവശ്യമായിട്ടുള്ള സ്ലാബാണെന്ന്. ഈ ബ്രേക്ക് വാട്ടറിൻ്റെ 10 മീറ്റർ വീതിയുള്ള ആ റോഡിലേക്ക് ആ സ്ലാബുകളാണ് എത്തിക്കുന്നത്. നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, ഈ സ്ലാബ് ഫില്ല് ചെയ്യുന്നതിനുള്ള ഒരു ഹെവി ക്രെയിനും, ഒരു പച്ച നിറത്തുള്ള ഹെവി ക്രെയിനുമുണ്ട്. ഇപ്പോൾ വളരെയധികം ഈ പറയുന്ന സ്ലാബ് ഫില്ല് ചെയ്തിരിക്കുന്നു. നമുക്ക് കുറച്ച് ദിവസം മുന്നേ വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ വളരെ കുറച്ചാണെങ്കിൽ ഇപ്പോൾ വളരെ കൂടുതൽ, വളരെ ഫാസ്റ്റായിട്ടാണ് ഈ സ്ലാബ് ഫില്ല് ചെയ്യുന്ന വർക്കുകളെല്ലാം പോകുന്നത്. നമ്മുടെ ഈ ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡ് പോർഷൻ ഇതാണ്. ഇങ്ങോട്ട് ഫില്ല് ചെയ്ത് തുടങ്ങിയിട്ടില്ല. കാരണം എനിക്ക് തോന്നുന്നു ഈ സെക്കൻഡും തേർഡും ഫോർത്ത് സ്റ്റേജിന് ബ്രേക്ക് വാട്ടർ 1000 മീറ്ററോളം എക്സ്റ്റൻഷൻ വരുന്നുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 2960 മീറ്റർ ആണെങ്കിൽ ഇനി ഒരു 1040 മീറ്ററോട് എക്സ്റ്റൻഷൻ വരുമ്പോൾ ഏതാണ്ട് 4000 മീറ്ററാണ് ബ്രേക്ക് വാട്ടർ മാറുന്നത്. അതുകൊണ്ട് ഇവിടെ നിന്നായിരിക്കും എക്സ്റ്റൻഷൻ സ്റ്റാർട്ട് ചെയ്യുക. അതുകൊണ്ടായിരിക്കും നമ്മൾ ഈ ഭാഗത്ത് നിന്നും നമ്മുടെ ഈ 10 മീറ്ററിൻ്റെ വർക്കുകൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ വളരെ ദൂരം തന്നെ പിന്നിട്ടിരിക്കുന്നു. ഞാൻ വളരെ ദൂരെ നിന്നാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. വളരെ ദൂരം പിന്നിട്ടിരിക്കുന്നു. ധാരാളം എക്സ്കവേറ്ററും ഹെവി ക്രെയിനുകളും നമുക്ക് ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ മുകളിൽ വ്യക്തമായിട്ട് കാണാവുന്നതാണ്. ഡേ നൈറ്റാണ് വർക്കുള്ളത്. ഹെവി തിരമാലകളായിരിക്കും ബ്രേക്ക് വാട്ടറിൻ്റെ മറുവശത്ത്, അത് കടലിനോട് ചേർന്ന വശത്ത് ഹെവി തിരമാലകളുണ്ട്. അതിനെല്ലാം അതിജീവിച്ച് വളരെ ഫാസ്റ്റായിട്ടാണ് നമ്മൾ ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കുകൾ നടക്കുന്നത്. പോർട്ടിലെ ഏറ്റവും വലിയ വർക്കാണ് ബ്രേക്ക് വാട്ടറിൻ്റെ വർക്ക്. ലക്ഷക്കണക്കിന് നാച്ചുറൽ സ്റ്റോൺ, ഏതാണ്ട് 50-60 ലക്ഷം ടൺ നാച്ചുറൽ സ്റ്റോണാണ് നമ്മുടെ ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിനായിട്ട് ഇപ്പോൾ 2960 മീറ്ററിൽ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ആ വർക്കുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ പറ്റുന്നത് ഈ പറയുന്ന ബെർത്തിൻ്റെ പോർഷനാണ്. ഫസ്റ്റ് ഫേസിൽ 800 മീറ്ററാണ് ബെർത്തിൻ്റെ പോർഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. 800 മീറ്ററും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ പറയുന്ന STS ക്രെയിൻ, ഷിഫ്റ്റ് ഷോർ ക്രെയിൻ എന്ന് പറയുന്ന ക്രെയിൻ, ഇപ്പോൾ ഈ 400 മീറ്റർ കഴിഞ്ഞ് 800 മീറ്ററിലാണ് ഇപ്പോൾ നിലവിൽ ഈ ഷിഫ്റ്റ് ഷോർ ക്രെയിൻ ഉള്ളത്. നമ്മൾക്ക് വളരെ ദൂരെയായിട്ട് കാണാൻ സാധിക്കുന്ന 4, ഇപ്പോൾ ഈ 8 STS ക്രെയിനാണുള്ളത്. അതിൽ 4 ക്രെയിനും ഒരു സെറ്റും 4 ക്രെയിന് വേറൊരു സെറ്റായിട്ട് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഈ 4 ക്രെയിന് നിൽക്കുന്ന സ്ഥലമാണ് 400 മീറ്റർ ഈ പറയുന്ന ബെർത്ത് പോർഷൻ. ടോട്ടൽ ഫസ്റ്റ് ഫേസിൽ നമുക്ക് 800 മീറ്ററാണ് വേണ്ടത്. പക്ഷേ 800 മീറ്ററും ഈ പറയുന്ന ബെർത്തിൻ്റെ വർക്കുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്നാലും ഒരു ഷിപ്പ് മാത്രമാണ് വന്ന് നമ്മുടെ ഈ പറയുന്ന ബെർത്തിലോട് ചേർന്ന് നിൽക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് പലർക്കും ഒരു സംശയമുണ്ടാവും, ചോദിച്ചിട്ടുമുണ്ട്. വേറെ ഒന്നുമില്ല, കാരണം നിലവിൽ നമുക്ക് ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ പറയുന്ന ബാക്കിയുള്ള 400 മീറ്ററിൻ്റെ കുറച്ച് ഭാഗത്ത് നമുക്ക് യാർഡ് എക്സ്റ്റൻഷൻ വർക്കുകൾ, നമ്മൾ ഈ കാണുന്ന പോലെ യാർഡ് എക്സ്റ്റൻഷൻ്റെ വർക്കുകൾ കുറച്ചുകൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന കപ്പലുകളെല്ലാം വന്നാൽ ഒരു പോർഷനിൽ മാത്രം, അല്ല ഒരു കപ്പൽ മാത്രം ബെർത്ത് ചെയ്യാൻ പറ്റുന്ന സ്ഥിതിയുള്ളത്. വളരെ വേഗം തന്നെ ഈ പറയുന്ന ബെർത്തിൻ്റെ പോർഷൻ കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 കപ്പലുകൾക്ക് ഒരേ സമയം, അതായത് 2 വലിയ ഷിപ്പുകൾക്ക് ഒരേ സമയം നമുക്ക് ആങ്കർ ചെയ്യാൻ അല്ലെങ്കിൽ ബെർത്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഫസ്റ്റ് ഫേസിൻ്റെ വർക്കുകൾ നടക്കുന്നത്. വളരെ ദൂരെയായിട്ട് നമുക്ക് എപ്പോഴും പറയുന്ന പോലെ
നമ്മുടെ ട്രഡ്ജറുടെ ഓസ്, ഔട്ട്പുട്ട് ഓസ് മടക്കി വെച്ചിരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഈ പറയുന്ന യാർഡ് എക്സ്റ്റൻഷൻ്റെ ഭാഗങ്ങളെല്ലാം ലെവൽ ചെയ്തിരിക്കുന്നു. കുറച്ച് ഭാഗം മാത്രമാണ് ഇനി ഇൻ്റർലോക്ക് ഇട്ട് ഫില്ല് ചെയ്യാനുള്ളത്. ഇൻ്റർലോക്ക് ഇട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അനായാസേന 400 മീറ്റർ കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഫസ്റ്റ് ഫേസ് വർക്കുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, നമ്മൾ ഈ ഭാഗത്ത് നമുക്ക് ഈ കാണുന്ന പോലെ ഹെവി സ്റ്റോണുകൾ ഈ ഭാഗത്തെല്ലാം പുതുതായിട്ട് ഫില്ല് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇത് പുതുതായിട്ട് ഫില്ല് ചെയ്തതാണ്. നമ്മൾ ഈ കാണുന്ന ഭാഗമായിട്ട് ബെർത്തിനോട് ചേർന്ന് യാർഡ് എക്സ്റ്റൻഷൻ്റെ ഭാഗത്ത് ബ്രേക്ക് വാട്ടർ പോലെ തന്നെ ഒരു കരിങ്കല്ല് കൊണ്ട് ബ്രേക്ക് വാട്ടർ പോലെ തന്നെ ഒരു നിർമ്മിതിയുണ്ടെന്ന് കാണാൻ സാധിക്കും. അതിൻ്റെ ഹൈറ്റ് വളരെയധികം കൂട്ടിയിട്ടുണ്ട്. അതായത് ബ്രേക്ക് വാട്ടർ ഇല്ലാത്ത ഭാഗത്തുള്ള, ഇപ്പോൾ ഈ ഭാഗത്തൊന്നും തിരമാലകൾ ഇല്ല, വളരെ ചെറിയ തിരമാലയാണ്. തിരമാലയെന്ന് പറയാൻ പറ്റില്ല. നമ്മളെ ഈ ബ്രേക്ക് വാട്ടറിൻ്റെ പ്രൊട്ടക്ഷൻ ഉള്ളത് കാരണം നമ്മുടെ പോർട്ടിനകത്തൊന്നും തിരമാല ശക്തമല്ല. എന്നാൽ ബ്രേക്ക് വാട്ടറിൻ്റെ പ്രൊട്ടക്ഷൻ ഇല്ലാത്ത ഭാഗങ്ങൾ ഞാൻ കാണിക്കാം. നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഹെവി തിരമാല തന്നെ എന്ന് പറയേണ്ടി വരും. കണ്ടോ, വളരെ വലിയ തിരമാലയാണ്. ബ്രേക്ക് വാട്ടറിൻ്റെ പ്രൊട്ടക്ഷൻ ഇല്ലാത്ത സ്ഥലത്തെല്ലാം ഹെവി തിരമാലകൾ തന്നെയാണുള്ളത്. പ്രൊട്ടക്ഷനുള്ള ഭാഗത്താവട്ടെ വളരെ ചെറിയ തിരമാലയെന്ന് പറയാൻ വേണ്ടിയില്ല, വളരെ കുറച്ച് ഭാഗത്താണ് തിരമാലയുള്ളത്. പക്ഷേ നമ്മുടെ ബെർത്തിനകത്തൊക്കെ അല്ലെങ്കിൽ പോർട്ടിനകത്തൊക്കെ വളരെ ശാന്തമാണ് കടൽ. അത് ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ പ്രൊട്ടക്ഷൻ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് 1000 മീറ്റർ കൂടി ബ്രേക്ക് വാട്ടറിൻ്റെ പ്രൊട്ടക്ഷൻ നീങ്ങുന്നത്. 2028 4000 മീറ്റർ ബ്രേക്ക് വാട്ടറും നമ്മൾ ഈ കാണുന്ന ബെർത്ത് ഇപ്പോൾ 800 മീറ്ററാണ്. 1200 മീറ്ററോട് എക്സ്റ്റെൻഡ് ചെയ്ത് 2000 മീറ്ററോളമാണ് നമുക്ക് 2028 വർക്ക് കംപ്ലീറ്റ് ആകുന്നത്. അപ്പോൾ നമുക്ക് 5 മദർഷിപ്പുകൾക്ക് ഇവിടെ നിന്ന് ബെർത്ത് ചെയ്യാനും അതോട് നമുക്ക് ഈ പറയുന്ന കണ്ടെയ്നർ ലോഡിങ് ആൻഡ് അൺലോഡ് സുഗമമാക്കുന്നതിനായിട്ട് 5 മദർഷിപ്പുകൾക്ക് അനായാസേന വിഴിഞ്ഞം പോർട്ടിൽ എത്താൻ സാധിക്കും. 2028 കൂടി ഇനി നമുക്ക് അടുത്ത അപ്ഡേഷനിലേക്ക് പോകാം. 4-5 സ്ഥലത്ത് നിന്ന് അപ്ഡേഷൻ എടുത്താൽ മാത്രമാണ് നമ്മളെ പോർട്ടിൻ്റെ അപ്ഡേഷൻ കംപ്ലീറ്റ് ചെയ്യുക. നമുക്കിനി അടുത്ത വ്യൂയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, നമ്മളെ വീഡിയോ കാണുന്നവർക്ക് വളരെ പരിചിതമായ വിഷ്വലാണ് നമ്മളീ കാണുന്നത്. അതായത് നമ്മൾ തൊട്ട് മുന്നേ വീഡിയോ ഷൂട്ട് ചെയ്ത് കടലിൽ നിന്നും പോർട്ടിനകത്തോട്ടാണെങ്കിൽ ഇത് പോർട്ടിനകത്ത് നിന്നും കടലിൻ്റെ ആ പ്ലേസിലോട്ടാണ്, ആ ഒരു വ്യൂ വരുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ യാർഡ് എക്സ്റ്റൻഷൻ്റെ എൻഡ് പോർഷനാണ് നമ്മൾ ഈ കാണുന്നത്. ധാരാളം ലോറികൾ പോകുന്നത് കാണാൻ സാധിക്കും. ഇത് യാർഡ് എക്സ്റ്റൻഷൻ്റെ ഭാഗമാണ്. നമ്മുടെ കാൻഡിലിവർ റൈൻ മൗണ്ട് ഗ്രാൻഡ് ഗ്രൈൻ D05 E04 നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ബെർത്തിൻ്റെ എൻഡ് പോർഷനും നമുക്ക് ഇവിടെ വന്നാൽ കാണാവുന്നതാണ്. ഇതാണ് ഈ പോർഷനിൽ നിന്നുള്ള വിഷ്വൽ. ഇനി വളരെ കുറച്ച് പോർഷൻ മാത്രമാണ് യാർഡ് എക്സ്റ്റൻഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അതായത് നമ്മൾ ഈ പറയുന്ന ഈ 4 ക്രെയിൻ, അതായത് STS ക്രെയിൻ 5, 6, 7, 8 ഈ 4 ക്രെയിനുകൾ ഉള്ള ഭാഗത്ത്, അതിൽ കുറച്ച് ഭാഗത്താണ് ഇനി യാർഡ് എക്സ്റ്റൻഷൻ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ബാക്കിയുള്ള ഭാഗമെല്ലാം ഈ യാർഡ് പോർഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇപ്പുറത്ത് കാണുന്ന ഈ പറയുന്ന 4 STS ക്രെയിനുള്ള പോർഷനും അത് കഴിഞ്ഞുള്ള പോർഷനെല്ലാം നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. കണ്ടോ, നമുക്ക് ഇവിടെ ഒന്ന് ഷൂട്ട് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഈ പറഞ്ഞ കാൻഡിലിവർ റൈൻ മൗണ്ട് ഗ്രാൻഡ് ഗ്രൈൻ അവസാനമായി നിൽക്കുന്ന E04 വരെ ഈ യാർഡ് എക്സ്റ്റൻഷൻ്റെ ഭാഗം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് പ്ലേസാണ് യാർഡ് എക്സ്റ്റൻഷൻ പോർഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് 2 ഷിപ്പുകൾക്ക് ഒരേ സമയം, 2 കപ്പലുകൾക്ക് ഒരേ സമയം നമ്മുടെ ബെർത്ത് ചെയ്യാൻ പറ്റാത്തത്. വളരെ കുറച്ച് ഭാഗം യാർഡ് എക്സ്റ്റൻഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ളത് കൊണ്ട് മാത്രമാണ്. വളരെ ഫാസ്റ്റായിട്ട് ആ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഫേസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 800 മീറ്റർ ബെർത്തിൽ 800 മീറ്ററും കംപ്ലീറ്റ് ആയി കഴിയും. ബെർത്ത് പോർഷൻ കഴിഞ്ഞിട്ടുണ്ട്. യാർഡ് എക്സ്റ്റൻഷൻ പോർഷനാണ് കഴിയാനുള്ളത്. 2 ഷിപ്പുകൾക്ക് ഒരേ സമയം ലോഡിങ് ആൻഡ് അൺലോഡിങ് നടത്താൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ധാരാളം, നമ്മളെപ്പോഴും പറയുന്നത് പോലെ ധാരാളം നാച്ചുറൽ സ്റ്റോണുകൾ തരം തിരിച്ച് ഇവിടെ ഫില്ല് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ എക്സ്കവേറ്റർ നമ്മുടെ മുന്നിലുണ്ട്. കാരണം 2nd, 3rd, 4th സ്റ്റേജിന് ധാരാളം നാച്ചുറൽ സ്റ്റോൺ ബ്രേക്ക് വാട്ടറിന് ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ധാരാളം തരം തിരിച്ചിട്ടുള്ള സ്റ്റോണുകൾ ഇവിടെ ഫില്ല് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കുന്നത്. അത് തരം തിരിച്ച് മാറ്റുന്ന രീതിയിലും എക്സ്കവേറ്ററും നമ്മുടെ മുന്നിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ മുന്നിലായിട്ട് തൊട്ട് താഴെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞതുപോലെ ധാരാളം നമ്മുടെ ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ മുകളിൽ 10 മീറ്റർ വീതിയുള്ള ആ റോഡിന് ആവശ്യമായിട്ടുള്ള സ്ലാബുകൾ നമുക്ക് ധാരാളം ഇവിടെ കാണാവുന്നതാണ്. ധാരാളം സ്ലാബുകളുണ്ട്. എൻ്റെ തൊട്ട് താഴെയാണെങ്കിൽ നമ്മുടെ റോഡിന്, അതായത് നമുക്ക് ഈ പറയുന്ന പോർട്ടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന റോഡിലൂടെയാണ് ബാക്കിയുള്ള വർക്കിംഗ് പോർഷനുള്ള
ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിന് ആവശ്യമായിട്ടുള്ള സ്റ്റോണുകളെല്ലാം കൊണ്ടുപോകുന്നത്. അതിനാവശ്യമായിട്ടുള്ള മെറ്റലാണ് ഇവിടെ ഡംപ് ചെയ്ത് കാണാൻ സാധിക്കുന്നുണ്ടോ. ഇത് 4-5 മെറ്റലാണെന്ന് തോന്നുന്നു. ആ ഓടേൻ്റെ വർക്കുകൾ നടക്കുന്നതിനാണ് ഈ മെറ്റൽ ലോറിയിൽ ഇവിടെ കൊണ്ട് ഡംപ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇനി ആ ഓടേൻ്റെ വർക്കിൻ്റെ കംപ്ലീറ്റേഷനിലേക്ക് പോകാം. അതിന് മുന്നേ നമുക്ക് വളരെ മനോഹരമായൊരു കാഴ്ചയുണ്ട്, അത് ഞാൻ കാണിക്കാം. ഇതാ നമ്മുടെ യാർഡ് പോർഷനെല്ലാം കണ്ടെയ്നർ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. വളരെ മനോഹരമായ കാഴ്ച. അത് മാത്രമല്ല നമ്മളെ ട്രെയിലർ ലോറികൾ ഞാൻ കുറച്ചുകൂടി ഒന്ന് കാണിക്കാം. ഇതാ നമ്മളീ കാണുന്ന ട്രെയിലറുകൾ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ഈ പറയുന്ന കണ്ടെയ്നർ ബെർത്തിൻ്റെ പോർഷനിൽ എത്തിക്കുന്നതിനും യാർഡിൻ്റെ പല ഭാഗത്തായിട്ട് ട്രെയിലറുകൾ സ്പ്ലിറ്റ് ചെയ്യുന്നതിനും കൊണ്ടുപോകുന്നതിനും ആവശ്യമായിട്ടുള്ള ട്രെയിലറല്ല, നമ്മുടെ കണ്ടെയ്നർ കൊണ്ടുപോകുന്നതിന് ട്രെയിലറുകൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് നമ്മളെ മുന്നിൽ കാണാവുന്നതാണ്. തൊട്ട് താഴെ ധാരാളം സ്ലാബുകളാണ് ഇവിടെ നിരയായിട്ട് വെച്ചിട്ടുള്ളത്. അത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഉണ്ടോ, ഈ പോർഷനിലെല്ലാം ഉണ്ട്. ഇനി നമുക്കറിയേണ്ടത് പോർട്ടിലെ വർക്ക് അപ്ഡേഷൻ്റെ ഭാഗമായിട്ട് തൊട്ട് താഴെ നമ്മൾ ഈ കാണുന്ന കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ നടന്നു വന്ന് വീഡിയോ ഷൂട്ട് ചെയ്ത ഭാഗമാണ് ഈ പ്ലേസുകളെല്ലാം. ഇവിടെ ഓടേൻ്റെ വർക്കുകളൊക്കെ നടക്കുവാണ്. ആ വർക്കിംഗ് പോർഷൻ എത്രത്തോളമായെന്ന് നമുക്ക് അടുത്ത 2-3 അപ്ഡേഷനിലൂടെ മനസ്സിലാക്കാം. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ പോർഷനിലുള്ളത് നമുക്ക് കാൻറ്റിലിവർ റെയിൻമൗണ്ട് ഗ്രാൻഡി ക്രെയിനും ഈ പറയുന്ന കണ്ടെയ്നറും. ഇപ്പോൾ നമ്മൾ കാണുന്നത് PO ബിൽഡിങ്ങിൻ്റെ സൈഡിലത്തെ വിഷ്വലാണ് നമ്മൾ ഈ കാണുന്നത്. നമുക്കിവിടെ ധാരാളം എക്സ്കവേറ്റർ കാണാം. അതുമാത്രമല്ല തരംതിരിച്ചുള്ള നാച്ചുറൽ സ്റ്റോണുകൾ കൂട്ടിയിടുന്നതും നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബെർത്തിനെ 10 മീറ്റർ വീതിയുള്ള റോഡിനാവശ്യമായിട്ടുള്ള സ്ലാബുകൾ ധാരാളമായിട്ട് ഇവിടെ ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് വ്യക്തമായിട്ട് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. അതുമാത്രമല്ല ഞാൻ നിൽക്കുന്ന തൊട്ട് താഴെ ഞാൻ സൂം ഔട്ട് ചെയ്യാം. തൊട്ട് താഴെ ഓടേൻ്റെ വർക്കുകളും റോഡിൻ്റെ വർക്കുകളും നടക്കുന്നുണ്ടായിരുന്നു. ആ ഓടേൻ്റെ വർക്കുകളെല്ലാം വളരെ ഫാസ്റ്റായിട്ടാണ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടോ. ഇവിടെ ഓടേൻ്റെ വർക്കുകൾ നടക്കുന്ന സമയത്ത് തന്നെ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് ആ ഓട വർക്ക് കഴിഞ്ഞു അത് സ്ലാബിട്ട് മൂടി വരുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മൾ ഈ കാണുന്ന റോഡെല്ലാം ഇൻ്റർലോക്കോ ടാറിങ്ങോ കോൺക്രീറ്റോ ആയിരിക്കും വരുന്നത്. ഇത് നമ്മൾ ഈ കാണുന്ന പോർട്ടിലെ വർക്കുകളെല്ലാം ഫസ്റ്റ് ഫേസിൻ്റെ വർക്കുകൾ 2 മാസം ട്രയൽ റണ്ണിന് ശേഷം ആക്ച്വലായിട്ട് പോർട്ടിൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ 2nd, 3rd, 4th ഫേസിന് ആവശ്യമായിട്ടുള്ള ഈ പറയുന്ന യന്ത്രസാമഗ്രികളും ഈ പറയുന്ന ഹെവി സ്റ്റോണുകളും ഹെവി എക്യുപ്മെൻസും എല്ലാം ഈ റോഡ് വഴിയായിരിക്കും നിലവിൽ പോർട്ടിൻ്റെ ഭാഗത്തേക്ക് പോകുന്നത്. ഈ റോഡ് വ്യക്തമായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം നമുക്ക് വ്യക്തമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നു. എൻഡ് പോർഷൻ ഞാൻ കാണിച്ചു തരാം. ഇത് ഏതിലൂടെയാണ് ട്രാവൽ ചെയ്ത് പോകുന്നുള്ളത്. ഇതാണ് ഈ പോർഷൻ്റെ അപ്ഡേഷൻ. ഇനി നമുക്ക് അടുത്തൊരു വ്യൂയിലേക്ക് പോയാൽ മാത്രമേ കുറച്ചുകൂടി വ്യക്തമായിട്ട് കിട്ടാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ മനോഹരമായിട്ട് നമ്മുടെ യാർഡ് ക്രെയിനുകളും കണ്ടെയ്നേഴ്സും PO ബിൽഡിങ്ങും വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന പൊസിഷനിലാണ് ഞാനുള്ളത്. ഇനി നമുക്ക് അടുത്തൊരു വ്യൂയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഇപ്പോൾ ഞാനുള്ളത് നമ്മുടെ PO ബിൽഡിങ്ങിൻ്റെ സൈഡിലെ വിഷ്വലാണ്. ഇപ്പോൾ നമ്മുടെ മുന്നിലായിട്ട് നിരയായിട്ട് A സീരീസ്, B സീരീസ്, C സീരീസ്, D സീരീസ്, E സീരീസ് ഇങ്ങനെ 5 സീരീസിലുള്ള കാൻറ്റിലിവർ റെയിൻമൗണ്ട് ഗ്രാൻഡി ക്രെയിൻ നിരയായി നിരത്തി വെച്ചിട്ടുണ്ട്. അതുമാത്രമല്ല നമ്മുടെ യാർഡ് പോർഷൻ നിറയെ കണ്ടെയ്നറും നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാവുന്നതാണ്. ഇതൊരു സന്തോഷം തരുന്ന ഒരു നിമിഷം തന്നെയാണ്. നമ്മൾ പലപ്പോഴായിട്ട് വീഡിയോ എടുക്കാൻ വരുന്ന സമയത്ത് 10-20 കണ്ടെയ്നറുകൾ മാത്രമുള്ള എഫിഷ്യൻസി ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് 10-20 കണ്ടെയ്നർ മാത്രമുള്ള നമ്മുടെ യാർഡ് പോർഷൻ ഇപ്പോൾ നിറഞ്ഞിരിക്കുന്നു, കണ്ടെയ്നറുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതുമാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ധാരാളം സ്ലാബുകളാണ് നമ്മുടെ ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ 10 മീറ്റർ വീതിയുള്ള റോഡിന് ആവശ്യമായിട്ടുള്ള ധാരാളം സ്ലാബുകൾ ഇവിടെ നിരയായി നിർത്തിയിരിക്കുന്ന കാണാൻ സാധിക്കും. പിന്നെ നമ്മുടെ ഈ പറയുന്ന റോഡിൻ്റെ വർക്കും സ്ലാബിൻ്റെ വർക്കും ഇപ്പോൾ ഞാൻ കാണിക്കാം. നമ്മുടെ തൊട്ട് താഴെയാണ് ഉണ്ടോ സ്ലാബിൻ്റെ വർക്കൊക്കെ നടക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഇത്രത്തോളം ഒന്നും സ്ലാബിൻ്റെ വർക്കുകൾ എത്തിയിരുന്നില്ലെങ്കിൽ ഇപ്പോൾ വളരെ ഫാസ്റ്റായിട്ടാണ് സ്ലാബിൻ്റെ വർക്കുകൾ പോകുന്നത്. നേരത്തേക്ക് നല്ല മഴയുണ്ടായിരുന്നു. മഴയത്തും ഈ വർക്കുകളെല്ലാം വളരെ ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. ഇതിപ്പോൾ ഞാൻ നിൽക്കുന്ന വളരെ ഹൈറ്റുള്ള പ്ലേസിലാണ് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാം. ഈ പ്ലേസിൽ നിന്ന് മഴയത്ത് ധാരാളം വെള്ളം നമ്മുടെ പോർട്ടിനകത്ത് ഒഴുകി ഇറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഓടേൻ്റെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓട ഒരു വശത്ത് നേരെ കുറച്ച് അങ്ങോട്ട് പോയതിന് ശേഷം അത് കടലിലേക്ക് ഒഴുക്കി വിടാനാണ് ഈ പറയുന്ന ഓടേൻ്റെ വർക്കുകൾ നടക്കുന്നത്. ഈ റോഡ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഈ റോഡ് നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ പോർട്ടിൻ്റെ വർക്ക് സുഗമമായി നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള, അതായത് 2nd, 3rd, 4th സ്റ്റേജിലേക്ക് വർക്ക് നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഹെവി എക്യുപ്മെൻസും മെഷീൻസും നാച്ചുറൽ സ്റ്റോണുകളും ഈ റോഡ് വഴിയായിരിക്കും നമ്മുടെ പോർട്ടിൻ്റെ പുറത്തുകൂടി പോയിട്ട് ബാക്കിയുള്ള വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നത്. മാത്രമല്ല നമ്മുടെ PO ബിൽഡിങ്ങിൻ്റെ ബാക്ക് വശത്തെ വർക്കും നമുക്കിവിടെ നിന്നാൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും.
ധാരാളം എക്സ്കവേറ്റർ അവിടെ ഉണ്ട്. അപ്പുറത്താണ് ഹാർബർ പോർഷനൊക്കെ ഉള്ളത്. നമുക്ക് ആ ഒരു വിഷ്വലിലേക്ക് പോകാം. അതിന് മുന്നേ ഇവിടെ ധാരാളം നാച്ചുറൽ സ്റ്റോണാണ് തരംതിരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടിയിട്ടുള്ളതും. ധാരാളം എക്സ്കവേറ്ററുമുണ്ട്. അതും നമുക്കിവിടെ വന്നാൽ വ്യക്തമായിട്ട് കാണാവുന്നതാണ്. ധാരാളം ട്രെയിലറും അവിടെ പാർക്ക് ചെയ്തിട്ട് കാണാൻ സാധിക്കും. ഇതാണ് ഈ പോർഷനിലെ വർക്കുകൾ. ഇനി നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോകണം. അടുത്ത് എന്തൊക്കെയാണ് വർക്ക് കംപ്ലീറ്റ് ആയതെന്ന് നമുക്ക് നോക്കാം. പോർട്ടിലെ ഒട്ടുമിക്ക എല്ലാ വർക്കുകളും നമ്മൾ എല്ലാ ആഴ്ചയും അപ്ഡേഷനായിട്ട് ചെയ്യുന്ന അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അടുത്ത വ്യൂയിലേക്ക് പോകാം. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്നാണ് നമ്മൾ വീഡിയോ നിർത്തിയിട്ടുള്ളത്. ഈ ഭാഗത്തല്ല ഇപ്പോൾ എക്സ്കവേറ്റർ ഉപയോഗിച്ച് മണ്ണ് മാറ്റി ഓടേൻ്റെ വർക്കുകളെല്ലാം വളരെ ഫാസ്റ്റായിട്ടാണ് നടക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ലോറികളെ നമുക്കിവിടെ ഒന്ന് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. വളരെ ദൂരെയായിട്ട് കോൺക്രീറ്റ് പോർഷൻ നമ്മൾ വളരെ ഹൈറ്റുള്ള പ്ലേസിൽ നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ കോൺക്രീറ്റ് പോർഷനും വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് നമ്മുടെ ഈ പറയുന്ന പോർട്ടിലെ ഓടേൻ്റെ വർക്കുകളൊക്കെ വളരെ ഫാസ്റ്റായിട്ട് പോകുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പോർട്ട് കാണാൻ സാധിക്കും. ഇനി നമുക്ക് കുറച്ച് ദൂരം മുന്നോട്ട് നടക്കാം. ഇതാണ് നമ്മുടെ ഈ പറയുന്ന പോർട്ടിൻ്റെ സൈഡിലുള്ള റോഡ്. 2 റോഡായിട്ടാണ് ഇവിടെ തിരിയുന്നത്. ഉണ്ടോ, ഈ പോർഷൻ 2 റോഡായിട്ട് തിരിയും. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത് നമ്മുടെ ഈ പോർട്ടിലേക്കും. ഇത് പോർട്ടിൻ്റെ സൈഡിലൂടെ പുറത്തേക്ക് പോകുന്ന റോഡ്. പുറത്തേക്കെന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചുതരാം എങ്ങനെയാണെന്നുള്ളത്. ഈ ഭാഗത്തെല്ലാം നമുക്കിനി ഈ പറയുന്ന ഓടേൻ്റെ വർക്കുകൾ ചെയ്യാറുണ്ട്. കാരണം ഈ പ്ലേസ് എല്ലാം വളരെ ഹൈറ്റുള്ള പ്ലേസാണ്. ഇവിടെ നിന്ന് വെള്ളം പോർട്ടിലേക്ക് ഒലിച്ചിറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഓടേൻ്റെ വർക്ക് ചെയ്തിട്ട് ആ ഓടേൻ്റെ ഒരു പോർഷൻ നമ്മൾ ഈ കടലിലേക്ക് വിടും. ഇതാ നമ്മൾ പണ്ട് പറയുന്ന പോലെ നമ്മുടെ ഫുട്ബോൾ ഗ്രൗണ്ട് നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കും. ഇതാ നമ്മുടെ പോർട്ടും നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടോ. ഇതാണ് നമ്മുടെ ഫുട്ബോൾ ഗ്രൗണ്ട്. ഇവിടെ നിന്നും ധാരാളം ഹെവി സ്റ്റോണുകളാണ് ഇതാ ഇവിടെ കൊണ്ട് ഡംപ് ചെയ്തിരിക്കുന്നത്. അതും നമുക്ക് കാണാൻ സാധിക്കും. ധാരാളം വള്ളങ്ങളും പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് വളരെ വീതിയുള്ള ആ ഒരു റോഡ് പോർട്ടിനകത്ത് പ്രവേശിക്കാനും ഒരു റോഡ് നേരെ ഹാർബറിൻ്റെ പോർഷനിലേക്കാണ് ഈ റോഡ് പോകുന്നത്. ഈ റോഡ് ഇപ്പം നിലവിലുള്ള കണ്ടീഷൻ അനുസരിച്ച് നമ്മുടെ മെറ്റലൊക്കെ ഇട്ട് ലെവൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ മഴ പെയ്ത കാരണം കുറച്ച് വെള്ളക്കെട്ടുകൾ ചെളിക്കെട്ടുകളും ഇവിടെ കാണാൻ സാധിക്കും. ബാക്കി എല്ലാ പോർഷനും കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് വരുവാണ്. ഇത്രയും പോർഷനാണ് നമുക്കിനി വളരെ ദൂരമുള്ള ഇത്രയും പോർഷനാണ് നമുക്കിനി ഓടേൻ്റെ വർക്കുകളെല്ലാം നടക്കുന്നത്. ഡേ നൈറ്റ് വർക്ക് നടക്കുന്ന കാരണം വർക്കെല്ലാം ഫാസ്റ്റ് തന്നെയാണ്. ലാഗുള്ളതായിട്ട് നമുക്ക് ഒരിടത്തും അറിയാൻ സാധിക്കില്ല. ഇങ്ങനെയാണ് ഈ പറയുന്ന പോർട്ടിൻ്റെ സൈഡിലുള്ള റോഡിൻ്റെ വർക്കുകളും ഇങ്ങനെയാണ് നടക്കുന്നത്. വളരെ ദൂരെയായിട്ട് നമുക്ക് ഹാർബർ കാണാൻ സാധിക്കും. ധാരാളം വള്ളങ്ങൾ നമ്മൾ ഈ പോർഷനിലെല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ നടന്നു പോകുന്ന ഈ പ്ലേസ് ഉൾപ്പെടെ, അതായത് ഈ കുന്നിൻ്റെ താഴെ, ഇപ്പോൾ നമുക്ക് ആ വീടും കുന്നിരിക്കുന്ന സ്ഥലം കാണാം, അതിൻ്റെ താഴെയുള്ള ഈ പ്ലേസുകളെല്ലാം കടൽ തന്നെയായിരുന്നു. ഈ കടൽ ഫസ്റ്റ് ഡ്രഡ്ജ് ചെയ്ത നാച്ചുറൽ സാൻഡ് അല്ലെങ്കിൽ മണൽ കൊണ്ടാണ് ഈ പറയുന്ന പ്ലേസുകളെല്ലാം ഫസ്റ്റ് ഫില്ല് ചെയ്ത്. ഈ ഭാഗത്തെല്ലാം ഇപ്പോൾ ഈ വള്ളങ്ങൾ നിൽക്കുന്ന പ്ലേസുകളെല്ലാം കടൽ നേരത്തെ ഉള്ള സ്ഥലം തന്നെയായിരുന്നു. ഇതെല്ലാം ഡ്രഡ്ജ് ചെയ്ത മണ്ണ് ഉപയോഗിച്ചിട്ടാണ് കംപ്ലീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. ഇപ്പോൾ നല്ല വെയിലുണ്ട്. ഇന്നലെയൊക്കെ ഈ സമയത്തൊക്കെ കുറച്ച് മഴ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാം വർക്കുകളെല്ലാം വളരെ ഫാസ്റ്റായിട്ടാണ് ഈ പോർഷനിലെല്ലാം നടക്കുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ചർച്ചാണ്. ചർച്ചിൻ്റെ താഴെയുള്ള ഭാഗത്ത് മണ്ണ് ഇടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി കോൺക്രീറ്റ് ചെയ്ത് നടക്കുന്ന വർക്കാണ് ഇവിടെ നടക്കുന്നത്. ഇതുപോലെയുള്ള വെള്ളം ധാരാളം മുകളിൽ നിന്ന് ഒലിച്ചു വരുന്നുണ്ട്. ഈ വെള്ളം കടലിലേക്ക് തിരിച്ചു വിടുന്നതിനാണ്, പ്രോപ്പറായിട്ട് തിരിച്ചു വിടുന്നതിനാണ് നമുക്ക് ഓടേൻ്റെ വർക്കുകളൊക്കെ ഉള്ളത്. ഇങ്ങനെയാണ് ഈ പോർഷൻ്റെ വർക്കുകളെല്ലാം അങ്ങോട്ട് നടക്കുന്നത്. ഇതാ നമുക്ക് തൊട്ട് അടുത്തായിട്ട് നമ്മുടെ പോർട്ട് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. തലയോർത്ത് നിൽക്കുന്ന STS ക്രെയിന് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇതാണ് ഈ പോർഷനിലെ വർക്കുകൾ. നമ്മൾ ഈ വീഡിയോ കാണുന്നവർക്ക് വളരെ പരിചിതമാണ് ഈ വിഷ്വൽ. വളരെ ദൂരെയായിട്ട് നമ്മൾ മുറിച്ച് കണ്ട്, അതായത് നമ്മൾ ഈ പറയുന്നുള്ള പോർട്ടിൻ്റെ സൈഡിലൂടെ വരുന്ന ഓടേൻ്റെ വർക്കുകൾ, അത് മാത്രമല്ല പോർട്ടിൻ്റെ കോമ്പൗണ്ട് വാളിൻ്റെ വർക്കുകൾ, ഇതെല്ലാം നടക്കുന്ന പ്ലേസ് അവിടെയാണ്. അവിടെ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മുറിഞ്ഞായിരുന്നു പല വീഡിയോകളും വന്നത്. വളരെ ഹൈറ്റിൽ നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാൻ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. വളരെ ദൂരെയായിട്ട് ധാരാളം നാച്ചുറൽ സ്റ്റോണുകൾ തരംതിരിച്ച് കൂട്ടിയിട്ടുണ്ട്. അതുമാത്രമല്ല അതിൻ്റെ സൈഡിൽ കൂടി ഒരു റോഡും വരുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇവിടെ നിന്നാൽ കാണാവുന്നതാണ്. ആ റോഡിൻ്റെ പോർഷൻ ഇങ്ങനെ വന്ന് ഈ സൈഡിലൂടെ ഞാൻ സൂം ഔട്ട് ചെയ്ത് കാണിക്കാം. നമ്മൾ ഈ പോർഷൻ വരെയാണ് വീഡിയോ ഷൂട്ട് ചെയ്ത് നിർത്തിയിട്ടുള്ളത്. ഇനി ഇവിടെ നിന്ന് നേരെ ഈ റോഡ് ഇങ്ങനെ കടന്നു വന്ന് നമ്മുടെ മുന്നിലൂടെ തന്നെയാണ് റോഡ് കടന്നു പോകുന്നത്.
ഇതാ വളരെ അടുത്തുകൂടി കടന്നു പോയി ഇത് ഇങ്ങനെ വന്ന് ഇപ്പം നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കതൊരു പാലം, ചെറിയൊരു പാലം കാണാം. ഈ പാലം കയറി ഇതാ കുറച്ചുകൂടി അങ്ങോട്ട് നമുക്ക് പോകാം. പാലം കയറി നമ്മൾ നേരെ കാണുന്ന ഹാർബർ പോർഷനുണ്ടോ, ധാരാളം വള്ളങ്ങൾ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഫിഷ് ലേലം വിളിയും ധാരാളം ഫിഷ് എത്തി ലേലം വിളിക്കുന്ന സ്ഥലമാണ് നമ്മുടെ ഹാർബറും പോർട്ടും തമ്മിൽ, നമ്മൾ ഈ പറയുന്ന ഇതാ കാണുന്ന ഹാർബറും നമ്മൾ ഈ കാണുന്ന പോർട്ടും തമ്മിൽ 350 മീറ്റർ മാത്രമാണ് ഡിഫറൻസ് ഉള്ളത്. അതിൻ്റെ ഇടയ്ക്ക് കാണുന്ന ഈ കടലോര പ്രദേശം കാണാൻ സാധിക്കണ്ടോ, അതിൻ്റെ ഇടയ്ക്ക് ഈ ബ്രേക്ക് വാട്ടറിൻ്റെ പ്രൊട്ടക്ഷൻ ഇവിടെ ഇല്ല. ഇവിടെ വളരെ വലിയ തിരമാലകൾ തന്നെയാണ് വരുന്നുണ്ടോ, തിരമാലയുടെ ശക്തി വളരെ വലുതിനാണ് ഈ ഭാഗത്തെല്ലാം. ഇപ്പം നമുക്ക് ഈ പറയുന്ന പോർട്ടിനകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ തിരമാല ഇല്ല എന്ന് തന്നെ പറയും. കാരണം അവിടെ ബ്രേക്ക് വാട്ടറിൻ്റെ പ്രൊട്ടക്ഷൻ ഉള്ളത് കാരണം അവിടെ തിരമാലയില്ല. പുറത്ത് ബ്രേക്ക് വാട്ടറിൻ്റെ പുറത്തൊക്കെ ധാരാളം തിരമാലുണ്ട്. അത് മാത്രമല്ല നമുക്ക് ബ്രേക്ക് വാട്ടർ സ്റ്റാർട്ട് ചെയ്യുന്ന പോർഷൻ നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ സാധിക്കും. അത് ഞാൻ കാണിക്കാം. ഈ പോർഷനാണ് ബ്രേക്ക് വാട്ടർ സ്റ്റാർട്ട് ചെയ്യുന്ന. അവിടെ ഒരു എക്സ്കവേറ്ററും ഉണ്ട്. അത് മാത്രമല്ല നമ്മുടെ ടഗ് ബോട്ടായ ഡോൾഫിൻ 35ഉം ഡോൾഫിൻ 25ഉം 27ഉം നമുക്കവിടെ കാണാൻ സാധിക്കും. STS ക്രെയിൻ്റെ താഴെ ഇവിടെ നിന്നാണ് ബ്രേക്ക് വാട്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ബ്രേക്ക് വാട്ടർ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ബ്രേക്ക് വാട്ടറിൻ്റെ സൈഡിലൊക്കെ ധാരാളം തിരമാലകൾ അടിച്ചു കയറുന്നത് കാണാൻ സാധിക്കും. നമുക്ക് വർക്കിൻ്റെ ഭാഗമായിട്ട് ലോറി പോയിട്ട് തിരിച്ചു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ പോയിട്ട് കണ്ടോ, ഇങ്ങനെ തിരിഞ്ഞ് ഇങ്ങനെയാണ് ബ്രേക്ക് വാട്ടറിൻ്റെ സ്ട്രക്ചർ ഉള്ളത്. അത് മാത്രമല്ല നമ്മൾ ഈ പോർഷൻ പണ്ട് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് സ്ഥിരമായിട്ട് അറിയാം. ഈ പറയുന്ന പ്ലേസുകളെല്ലാം ധാരാളം നാച്ചുറൽ സ്റ്റോണുകൾ, ബ്രേക്ക് വാട്ടറിന് ആവശ്യമായിട്ടുള്ള നാച്ചുറൽ സ്റ്റോണുകൾ തരംതിരിച്ച് സ്പ്ലിറ്റ് ബാർജിലും ഇഞ്ചിൻലെസ് ബാർജിലും ഇതുവഴിയാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ആ സമയത്തെല്ലാം ഇവിടെ ഒരു മനോഹരമായ കാഴ്ചയായിരുന്നു. എക്സ്കവേറ്ററിൽ സ്പ്ലിറ്റ് ബാർജിൽ സ്റ്റോൺ എടുത്ത് വെക്കുന്നതും ഇഞ്ചിൻലെസ് ബാർജിൽ എടുത്ത് വെക്കുന്നതും ലോറികളിലെ സ്പ്ലിറ്റ് ബാർജിലേക്ക് ഡംപ് ചെയ്യുന്ന പോർഷനെല്ലാം ഇവിടെയായിരുന്നു. കാണാൻ വളരെ ഭംഗിയായിരുന്നു. ഇനിയിപ്പോൾ അടുത്തും ഈ പറയുന്ന സെക്കൻഡും തേർഡും ഫോർത്ത് സ്റ്റേജ് തുടങ്ങുമ്പോൾ ഇവിടെ ധാരാളം ലോറികളും ധാരാളം ബാർജുകളും വരും. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ പറയുന്ന പോർട്ടിനകത്ത് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. പോർട്ടിനകത്ത് ഇഞ്ചിൻലെസ് ബാർജും സ്പ്ലിറ്റ് ബാർജും അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇനി നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തല ഉയർത്തി നിൽക്കുന്ന STS ക്രെയിനും യാർഡ് ക്രെയിനുകളും യാർഡിൽ ധാരാളമായിട്ട് കണ്ടെയ്നർ ഉള്ളത് നമുക്ക് ഇവിടെ നിന്നാൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അത് വളരെ സന്തോഷമായ കാര്യം തന്നെയാണ്. എവിടെ നോക്കിയാലും വളരെ കൂടുതൽ കണ്ടെയ്നർ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഉണ്ടോ, അത് വളരെ മനോഹരമായ കാഴ്ച, എല്ലാവരുടെയും സ്വപ്ന തുല്യമായ കാഴ്ച. പലരും സ്വപ്നം കണ്ട കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ നേരിട്ട് കാണുന്നത്. വളരെ മനോഹരമായ കാഴ്ച തന്നെയാണത്. ഫ്രണ്ട്സ്, ഈ പോർഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വിഴിഞ്ഞം പോർട്ടും STS ക്രെയിനും കാൻഡിലിവർ റെയിൻമൗണ്ട് ഗ്രാൻഡി ക്രെയിനും യാർഡ് പോർഷനും കണ്ടെയ്നറും വളരെ വ്യക്തമായിട്ട് നമുക്ക് ഈ പോർഷനിൽ നിന്നാൽ കാണാൻ പറ്റും. ഇവിടെ വലിയ തിരമാല തന്നെയാണ് നമ്മുടെ മുന്നിലുള്ളത്, നമുക്ക് കാണാൻ സാധിക്കും. വലിയ തിരമാലകൾ തന്നെയാണ്. അത് മാത്രമല്ല നമുക്ക് ബ്രേക്ക് വാട്ടറിൻ്റെ ചില പോർഷനും ഇവിടെ നിന്നാൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഈ പോർഷനിൽ വീഡിയോ എടുക്കാൻ മെയിൻ റീസൺ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് തുറമുഖ വകുപ്പ് കേരള 500 ടൺ ബലാട്പുൾ ടെസ്റ്റ് പരിശോധന സംവിധാനം വിഴിഞ്ഞം എന്നൊരു ബോർഡ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. നമുക്കിവിടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ വലിയൊരു നമ്മുടെ ഹെവി റോപ്പൊക്കെ വലിച്ചു കെട്ടാൻ പറ്റുന്ന രീതിയിൽ ഒരു ഇരുമ്പ് ദണ്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഞാൻ ഒന്ന് സൂം ഔട്ട് ചെയ്യാം. പലപ്പോഴായിട്ട് വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് വളരെ ദൂരെയായിട്ട് നമ്മൾ ഈ കാണുന്ന ടഗ് ബോട്ടുകൾ, അതായത് ഡോൾഫിൻ 27, ഡോൾഫിൻ 35, ഡോൾഫിൻ ഈ പറയുന്ന 28 എന്നീ ടഗ് ബോട്ടുകൾ വളരെ ഫാസ്റ്റായിട്ടാണ് നമ്മുടെ കപ്പലിനെ വലിച്ച് പുള്ളി ചെയ്തും പുഷ് ചെയ്തും നമ്മുടെ പോർട്ടിനകത്തും പുറത്തുമൊക്കെ എത്തിക്കുന്നത്. അപ്പോൾ അതിനുള്ള കപ്പാസിറ്റി നോക്കുന്നത് ഈ പറയുന്ന ബലാട്പുൾ ടെസ്റ്റ് ചെയ്തിട്ടാണ്. അതിനുപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മളിവിടെ ഉള്ളത്. നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇതിൽ ഹെവി റോപ്പ് ഉപയോഗിച്ച് കെട്ടിയതിന് ശേഷം നമ്മൾ ഈ പറയുന്ന ടഗ് ബോട്ടുകൾ വളരെ ദൂരെയായിട്ട് അതിൻ്റെ ക്ഷമത പരിശോധിച്ചിട്ട് മാത്രമാണ് നമ്മുടെ പോർട്ടിനകത്തേക്ക് പ്രവേശിക്കുന്നത്. ഓരോ പ്രാവശ്യം കപ്പൽ വരുമ്പോൾ ഇങ്ങനെ ഒരു പരിശോധന സംവിധാനം ഇവിടെ നടക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത് നമുക്ക് വ്യക്തമായിട്ട് ഈ ബലാട്പുൾ ടെസ്റ്റിന് ആവശ്യമായിട്ടുള്ള ആ ഒരു രീതി നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെയൊക്കെ വലിയ തിരമാലകൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കേണ്ടോ, ഹെവി തിരമാല തന്നെയാണ് ഇവിടെ എല്ലായിടത്തും. ഇത് കാണിക്കാൻ വേണ്ടിയാണ് ഈ പോർഷനിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വന്നിട്ടുള്ളത്. എല്ലായിടത്തും ബാൾജിങ് ഉണ്ട്, ഇവിടെ ഒന്നും ഇറങ്ങാനായിട്ട് സാധിക്കില്ല. അഥവാ നമ്മുടെ ഈ വിഴിഞ്ഞം പോർട്ട് കാണാൻ വരുന്നവർ ദയവ് ചെയ്ത് ഇവിടെയൊന്നും ഇറങ്ങരുത്. കാരണം വളരെ ആഴക്കൂടുള്ള സ്ഥലം മാത്രമല്ല, നമ്മളെ ഈ കാണുന്ന സ്റ്റോണുകൾ, ഈ പറയുന്ന വളരെ ബ്ലാക്ക് കളറുള്ള സ്റ്റോണുകളെല്ലാം നല്ല വഴുക്കലാണ്, വലിയ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും. അതുകൊണ്ട് ഒരു കാരണവശാൽ ഈ ഭാഗത്തൊന്നും ഇറങ്ങാൻ പാടില്ല. ഇതാണ് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് വിഷ്വൽ.
ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.